അങ്ങനെ ഈ എഞ്ചിൻ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ ഒരു നാനോ ലൂബ് നല്ല ഷേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ ഷേക്ക് ചെയ്ത് ഇതിലോട്ടൊന്ന് ഫിക്സ് ചെയ്യണം, ഒഴിച്ചു കൊടുക്കും. ഇനി ഇതിൽ ഒഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, കൊള്ളാം കേട്ടോ സംഭവം. ഒരു തരി പോലെയാണ് വരുന്നത് കേട്ടോ, തരിയായിട്ട് ഒരു ബെയറിങ്സ്, ബോൾ ബെയറിങ്സ് പോലെയാണെന്നാണ് പറഞ്ഞു കേട്ടോ ഞാൻ അറിവ്. അത്യാവശ്യം നല്ല പവറായി കേട്ടോ, വണ്ടി എടുത്തുകൊണ്ടൊരു പോക്കാണ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ വലിയ സൗണ്ട് ഇല്ല. നമ്മളൊരു പെട്രോൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ സൗണ്ടാണ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യണത്. സൗണ്ടൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞിട്ട് സൈലൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. പവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. 1.6 ഓടിക്കുന്നതിൻ്റെ അതേ പവറാണ് ഈ ഒരു വാഹനത്തിന് കിട്ടിയത് എനിക്ക്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൈദ് ഷാജാൻ, SN ഓട്ടോമൊബൈൽസ് ടെക് വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇത് 2016 ഹുണ്ടായി i20 ആക്റ്റീവ് ആണ് കേട്ടോ. അപ്പോൾ ഇത് CRDA ആണ്, കോമൺ റെയിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. ഇത് ഡീസൽ വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓയിൽ ഫിൽറ്ററെല്ലാം മാറിപ്പോകണം. അതിനോടൊപ്പം ഈ ഒരു വാഹനത്തിന് ക്ലച്ച് ടൈറ്റാണ് കേട്ടോ. ക്ലച്ച് നല്ല രീതിക്ക് ഹാർഡാണ്. ഞാനിപ്പോൾ ക്ലച്ച് എങ്ങനെയാണ് നോക്കാം, വണ്ടി കിലോമീറ്ററൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹാർഡാണ്. എന്ന് വെച്ചാൽ വണ്ടി ഇതുവരെ ക്ലച്ച് ചേഞ്ച് ചെയ്തിട്ടില്ല. ഈ ഒരു വാഹനം 2016 വാഹനമായതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 9 വർഷമായി. 9 വർഷം കൊണ്ട് ഏകദേശം 1,00,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ക്ലച്ച് ഹാർഡാണ്. ക്ലച്ച് ഹാർഡ് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാഫിക് സമയത്തൊക്കെ വണ്ടി സിഗ്നലിലും വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് അങ്ങ് വെക്കുക. നമുക്ക് ഗിയർ ഇടാൻ മടിച്ചിട്ട് ചവിട്ടി തന്നെ വെച്ചിരിക്കുക. അപ്പോൾ ചവിട്ടി വെക്കുന്ന സമയത്ത് ഈ ഒരു പ്രഷർ പ്ലേറ്റ് നല്ല ഹാർഡാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ക്ലച്ച് ടൈറ്റ് വരാൻ കാര്യം. ഇതൊരു ഏകദേശം 1,00,000 കിലോമീറ്ററൊക്കെ ഓടേണ്ട വാഹനമാണ്. 1,00,000 കിലോമീറ്ററിനകത്ത് ക്ലച്ച് തീർന്നു എന്നുള്ളതാണ്. ക്ലച്ച് തീരുകയും ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ച് ഹാർഡ്നെസ് ആയിട്ടുണ്ട്, ഗിയർ ടൈറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 1,16,291 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഓടുന്ന വാഹനമാണ്. എന്നാലും നമുക്ക് കസ്റ്റമറിനെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വണ്ടി ഓടിക്കുന്ന ആൾക്ക് എപ്പോഴും ക്ലച്ച് ചവിട്ടി വയ്ക്കാൻ മറന്നു പോകും. എന്ന് വെച്ചാൽ ചവിട്ടി വയ്ക്കാൻ എന്ന് വെച്ചാൽ ന്യൂട്രാക്കി ഇടാൻ മറന്നു പോകും, ക്ലച്ച് ചവിട്ടി തന്നെ വെച്ചിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ക്ലച്ച് ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സ് ഇളക്കി ഹുണ്ടായുടെ ജെന്യൂൻ പാർട്സിന് നമുക്ക് ഓർഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം ക്ലച്ച്, അതിൻ്റെ പ്രഷർ പ്ലേറ്റ്, ക്ലച്ച് റിലീസ് ബെയറിങ്, ഗിയർ ഓയിൽ, എഞ്ചിൻ ഓയിൽ, അതുപോലെ തന്നെ ഡീസൽ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഇത്തരം കാര്യങ്ങളുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ കൂളൻ്റ് കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന് നമ്മൾ നാനോ ലൂബ് ഒഴിക്കുന്നുണ്ട്. നാനോ ലൂബിൻ്റെ ഫുൾ വിശദീകരണം ഞാൻ പറയാം എങ്ങനെയാണെന്ന്. കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് നമുക്ക് ഡീറ്റെയിലിംഗ് ചെയ്തു തരാം. പക്ഷേ നാനോ ലൂബ് ഉപയോഗിച്ച് ഓടുന്ന വാഹനത്തിന് ഭയങ്കര പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് ക്ലച്ചിൻ്റെ വർക്കാണ് ചെയ്യേണ്ടത്. ക്ലച്ച് ഇളക്കിയിട്ട് ഗിയർ ബോക്സ് ഇളക്കി ക്ലച്ച് ഇളക്കിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനോടൊപ്പം നമുക്ക് ഇതിൻ്റെ വാഹനത്തിന് ഫ്രണ്ട് സസ്പെൻഷൻ വെച്ച് ചെറുതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഷോക്ക് അബ്സർ മൗണ്ടിങ് 2 സൈഡ് മാറണം, ലിങ്ക് റാഡ് മാറണം, കാലിബർ ഷിം ചെയ്യണം, 4 വീല് ബ്രേക്ക് നോക്കണം. ഒരു വണ്ടിയുടെ A to Z ചെക്ക് ചെയ്യാനാണ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഹുണ്ടായി i20 നമുക്ക് സാധാരണ വരുന്ന CRDA 16 വാൽവുള്ള i20ക്കും അതുപോലെ തന്നെ വരുന്ന, അതുപോലെ തന്നെ ഇതിൻ്റെ i10 ഇതൊക്കെ സെയിം ആണ് കേട്ടോ. എഞ്ചിന് വരുമ്പോൾ i10 വരുമ്പോൾ 3 സിലിണ്ടർ, ഇത് 4 സിലിണ്ടർ. പിന്നെ ക്രെറ്റയ്ക്ക് 1.4 വരുന്നുണ്ട്, 1.6 വരുന്നുണ്ട്. ഇതിന് വരുമ്പോൾ 1.4 ആണ് വരുന്നത് ഈ ഒരു ഹുണ്ടായി i20 ആക്റ്റീവിന്. അപ്പോൾ ഇതിൽ സെയിം എഞ്ചിനും സെയിം ഗിയർ ബോക്സും ആണ് കേട്ടോ. ഇതിൽ CCക്ക് വ്യത്യാസം വരും, 1.6 വരും, 1.4 വരും. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ക്ലച്ചാണ് മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ എഞ്ചിൻ ഫ്ലഷ് ചെയ്തതിന് ശേഷം നമുക്ക് എഞ്ചിൻ ഓയിൽ മാറി നാനോ ലൂബ് നമുക്ക് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം. കൂളൻ്റ് ഈ വാഹനത്തിന് കുറവാണ് കേട്ടോ. കൂളൻ്റ് എവിടെ ലീക്കാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ക്യാപ്പ് കംപ്ലൈൻ്റ് ആണെന്ന്. കൂളൻ്റ് നല്ല കുറവാണ് ഇതിനകത്ത്. അത് നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം കൂളൻ്റ് ഒഴിച്ചു വിടണം. അതുപോലെ തന്നെ ഡീസൽ ഫിൽറ്റർ ഈ ഒരു സൈഡിലായിരിക്കും വരുന്നത്. ഇതിന് ലോ പ്രഷർ പമ്പ് വരത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ലിഫ്റ്റ് പമ്പാണ് തൈ കാണുന്നത്. നമുക്ക് ഡീസലിൽ എയർ എടുക്കണമെങ്കിൽ, ഡീസൽ ലോഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലിഫ്റ്റ് പമ്പ് നമുക്ക് പമ്പ് ചെയ്യണം. പമ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഡീസൽ ലോഡ് ആവത്തുള്ളൂ. നമുക്ക് ആദ്യമായിട്ട് ഇളക്കേണ്ടത് ഇതിൻ്റെ എയർ ഫിൽറ്റർ ബോഡി ഇളക്കണം, ബാറ്ററി ഇളക്കണം. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ കാര്യങ്ങളാണെങ്കിൽ ടയർ 2 ജാക്കി സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. റാമ്പിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല എളുപ്പ വർക്കാണ് റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇളക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിൽ ഇളക്കണം, ഗിയർ ഓയിൽ ചോർത്തണം, ചുറ്റുബോൾട്ട് ഇളക്കണം, മൗണ്ടിങ് ഇളക്കണം. ഇതെല്ലാം ഇളക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ക്ലച്ചിൻ്റെ അവസ്ഥ എങ്ങനെയായി. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലാബ് സിലിണ്ടർ വരുമ്പോൾ വെളി സൈഡിലാണ് വരുന്നത്. സ്ലാബ് സിലിണ്ടർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് തന്നെ മാറാം. ഗിയർ ബോക്സ് ഇറക്കാതെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ലിങ്ക് റാഡെന്ന് മാറണം. ഈ ലിങ്ക് റാഡ് ചെറിയ ഷേക്കുണ്ട്. അതുപോലെ തന്നെ ലോവർ ആം ഇളക്കണം, ഈ ടയറോഡൻ്റ് ഇളക്കണം, സ്റ്റഡ് മൗണ്ടിങ് മാറണം. എന്നാണ് ഇതിൻ്റെ വാഹനത്തിൻ്റെ അടിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം വെർണയുടെയൊക്കെ എല്ലാം സെയിം പാർട്സാണ് കേട്ടോ. വെർണ അതുപോലെ തന്നെ i20 ഇതൊക്കെ സെയിം പ്രൊസീജിയറാണ് കാര്യങ്ങളൊക്കെ. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുള്ളൂ.
പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാ വാഹനത്തിനും ജെനുവൻ പാർട്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഹുണ്ടായുടെ ജെനുവൻ പാർട്സ് നമ്മൾ ഓർഡർ ചെയ്തു തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് SG ഓട്ടോമൊബൈൽസിൽ നിന്ന് നമ്മൾ മേടിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക്കും പ്രഷർ പ്ലേറ്റുമാണ് അതായി കാണുന്നത്. ഹുണ്ടായുടെ ജെനുവൻ പാർട്സ് വരുമ്പോൾ ഏകദേശം ഇതിൻ്റെ കവർ അസംബ്ലി ക്ലച്ച് എന്ന് പറയുമ്പോൾ 4703 രൂപയും അതുപോലെ തന്നെ ഡിസ്ക് അസംബ്ലി ക്ലച്ച് ഡിസ്കിന് 3817 രൂപയും പാർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ റിലീസ് ബെയറിംഗ് ചേഞ്ച് ചെയ്യണം. ഇതിനകത്തുള്ള ഗിയറിൻ്റെ സൈഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് വേണം പോകാനായിട്ട്. ക്ലച്ച് റിലീസ് 1263 രൂപ വിലയുണ്ട്. പിന്നെ വെർണയുടെയൊക്കെ സെയിം ക്ലച്ചാണ് കേട്ടോ. വെർണ i20 അതുപോലെ തന്നെ ക്രെറ്റ ഇതെല്ലാം സെയിം ക്ലച്ചാണ്. പിന്നെ സ്റ്റഡ് മൗണ്ടിങ് എടുത്തിട്ടുണ്ട്. ഷോക്ക് അബ്സർ മൗണ്ടിങ് ഏകദേശം ഒരെണ്ണം 750 രൂപ വിലയുണ്ട്. 2 സ്റ്റഡ് മൗണ്ടിങ്, 2 ലിങ്കർ അവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ബാലൻസ് റോഡ് ബുഷ് നമ്മൾ മേടിച്ചായിരുന്നു. അത് സ്റ്റീറിംഗ് ബോക്സ് മാറുന്ന സമയത്ത്, ഇളക്കുന്ന സമയത്ത്, പണി ചെയ്യുന്ന സമയത്ത് ക്രോസ് ഇളക്കി നമുക്ക് ബാലൻസ് റോഡ് ബുഷ് ചേഞ്ച് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അത് പിന്നീട് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ഓയിൽ നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ എനിയോസിൻ്റെ 7590 2.5 ലിറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഫുള്ളി സിന്തറ്റിക്കാണ്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം 1380 രൂപയോളം 393 രൂപയോളം വില ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗിയറൊക്കെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. ഇതൊരു 25,000-30,000 കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും. 20,000 ചേഞ്ച് ചെയ്ത് അത്ര നല്ലതായിരിക്കും. പിന്നെ കൂളൻ്റ് ഡൂറോക്കോൾ എന്ന് പറഞ്ഞ കമ്പനിയാണ് 3 ലിറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ എടുത്തിട്ടുണ്ട്, AC ക്യാബിൻ ഫിൽറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ എടുത്തിട്ടുണ്ട്. ഇതും ജെനുവിനാണ്. 467 രൂപ വില ഉണ്ട്. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ട്. എനർജി ഫോർമുല JP 5W30 ഫുള്ളി സിന്തറ്റിക്കാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ. പിന്നെ ഡീസൽ ഫിൽറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. 2083 രൂപയാണ് ഡീസൽ ഫിൽറ്റർ. പാർട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേഞ്ച് ചെയ്യണം ഇതിനോടൊപ്പം. പിന്നെ ഓയിൽ 5 ലിറ്റർ എടുത്തിട്ടുണ്ട്. നാനോ ലൂബ് നമ്മൾ നേരത്തെ പറഞ്ഞ നാനോ ലൂബ് കസ്റ്റമർ കൊണ്ടു തന്നതാണ്. ഇത് ഏകദേശം 100 ml വരുന്നത് കേട്ടോ. എക്സ്പയറി ഡേറ്റ് 5 വർഷമാണ് കാലാവധി. 100 ml എന്ന് വെച്ചാൽ 1500 cc വരെയുള്ള വാഹനത്തിന് ഏകദേശം 100 ml. ബൈക്കുകളിലും അതുപോലെ തന്നെ ബുള്ളറ്റ് ഇതിലൊക്കെ 50 ml. പിന്നെ ഇതാണ് പ്രോഡക്റ്റ് കേട്ടോ. ഇത് കസ്റ്റമർ കൊണ്ടു തന്നതാണ്. നമ്മൾ വാഹനത്തിൽ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ എഞ്ചിൻ ഓയിലിൻ്റെ കൂടെ തന്നെ ഇത് ഒഴിക്കണം. ഇത് കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട്. എയർ ഫിൽറ്ററിലേക്ക് നോക്കിയപ്പോൾ അപ്പോൾ ഇതെല്ലാം നല്ല പൊടിയും ഇതൊക്കെയാണ്. എയർ ഫിൽറ്റർ എപ്പോഴും ഓയിൽ മാറുമ്പോൾ മാറിപ്പോകണം എന്നുള്ളതാണ്. എയർ ഫിൽറ്റർ നല്ല എന്ന് വെച്ചാൽ ഈ ഒരു പൊല്യൂഷൻ വളരെയധികം കൂടുതലാണ്. എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിടാൻ പാടില്ല. 5000 കിലോമീറ്ററിൽ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ 10000 കിലോമീറ്റർ ആകുമ്പോൾ ഓയിൽ മാറുമ്പോൾ എപ്പോഴും ഓയിൽ ഫിൽറ്റർ എയർ ഫിൽറ്ററും ചേഞ്ച് ചെയ്ത് തന്നെ പോകണം. 20000 കിലോമീറ്റർ ഓടുമ്പോൾ ഡീസൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് പോകണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഗിയർ ഓയിൽ 20,000, അതുപോലെ തന്നെ കൂളൻ്റ് 20,000. രണ്ടാമത്തെ ഓയിൽ ചേഞ്ച് ആകുമ്പോൾ ഇതൊക്കെ ചേഞ്ച് ചെയ്ത് വേണം പോകാനായിട്ട്. നമുക്ക് ഗിയർ ബോക്സ് ഇളക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. അങ്ങനെ i20യുടെ നമ്മൾ ഗിയർ ബോക്സ് ഇളക്കിയെടുത്തു, ക്ലച്ച് ഇളക്കിയെടുത്തായിരുന്നു. അതായി കാണുന്നതാണ് ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും. സംഭവം തീർന്ന് മൊത്തമായി കേട്ടോ. റിവേറ്റ് പിടിക്കുന്ന ആ ഒരു ചെറിയൊരു അവസ്ഥയായി. ഇനിയും കുറച്ചുകൂടി ഓടും. പക്ഷേ ടൈറ്റ് കാരണം നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഈ കാണുന്ന എല്ലാം ക്ലച്ചിൻ്റെ പൊടിയും തരിയാണ് കേട്ടോ. ക്ലച്ച് പൊടിയും തരികളാണ് ഇത് മൊത്തം. ഇത് നമ്മുടെ ദേഹത്താകാൻ പാടില്ല. പുറത്തായി കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ കെയർ ചെയ്തിട്ട് ഇളക്കാനായിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ശ്വസിക്കാനും പാടില്ല. ഒരുപാട് മാസ്ക് വെച്ച് വേണം നമുക്കിത് ക്ലീൻ ചെയ്യാനും ഫ്ലൈ വീലൊക്കെ ക്ലീൻ ചെയ്യാനും സെറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ നല്ല രീതിക്ക് പൊടിയും തരിയൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ ടൈറ്റ് ഈ ഫിംഗർ ഉണ്ടോ, ഇതെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈറ്റ് കാരണത്താലാണ് ഇവിടെ തേയ്മാനം വന്നിട്ടുണ്ട്. റിലീസ് ബെയറിംഗ് പിടിച്ച പാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഈ ഫിംഗറിൻ്റെ അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗിയർ വിടത്തില്ല, ടൈറ്റ് കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ക്ലച്ച് ഡിസ്ക്, ഈ കാണുന്ന ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റും ചേഞ്ച് ചെയ്യണം. അതിനോടൊപ്പം ഗിയർ ബോക്സിൽ വരുന്ന റിലീസ് ബെയറിംഗ് ഇതാണ്ട്. റിലീസ് ബെയറിങ്ങിലും ക്ലച്ചിൻ്റെ പൊടികളാണ് ഇത് അത്രയും. അപ്പോൾ ഇതെല്ലാം മാറ്റി പുതിയതുപോലെ സെറ്റ് ചെയ്യണം. റിലീസ് ബെയറിംഗ് നമ്മൾ കറക്കി നോക്കിയപ്പോൾ ചെറിയ മുഴക്കം ഫീൽ ചെയ്യുന്നുണ്ട്. ടവറച്ചിലിൻ്റെ സൗണ്ട് എന്ന് വെച്ചാൽ ഗ്രീസിൻ്റെ അംശം കുറവാണ് ഈ ഒരു റിലീസ് ബെയറിങ്ങിൽ. നമുക്കിത് ഊരിയെടുക്കാം. ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫോർക്കിനകത്ത് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഫ്ലൈ വീലാണ് കിടന്ന്. ഫ്ലൈ വീൽ വലുതായിട്ട് പിടിച്ചിട്ടില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല ക്ലീൻ ചെയ്ത് നമ്മൾ ഈ ബോൾട്ടും ക്ലച്ച് സെൻറ്റർ ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്യും. ഇതാ കാണുന്നുണ്ടോ, 10ൻ്റെ ബോൾട്ടാണ് ഈ ഒരു ക്ലച്ചിന് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ലോഡ് പിടിക്കുന്നത് 10ൻ്റെ ബോൾട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 9 ബോൾട്ടാണ് വരുന്നത് 10ൻ്റെ. സാധാരണഗതിയിൽ 12ൻ്റെ 13ൻ്റെ ബോൾട്ട് വന്നിട്ട് ചിലതിൽ ഫ്ലവർ ആയിരിക്കും. അതിൻ്റെ പട്ടം വന്നിട്ട് ഈ ഒരു ത്രെഡ് വന്നിട്ട് 12, 13 ആയിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ 6 ബോൾട്ടേ കാണുള്ളൂ. ഇതിൽ 9 എണ്ണം കൊടുത്തിട്ടുണ്ട്. 3, 9. അപ്പോൾ 9 ബോൾട്ടും ഇത് ഒടിയാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇതിനൊരു ടോർക്കുണ്ട്. ഇത് ഒടിഞ്ഞു കഴിഞ്ഞാൽ വേറെ ബോൾട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ബോൾട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10ൻ്റെ ബോൾട്ടാണ് വരുന്നത്. ഇത് ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ഒടിക്കാൻ സാധ്യതയുണ്ട്. ഒടിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗിയർ ബോക്സ് കടിച്ച് പോകും, ക്ലച്ച് പോകും. അപ്പോൾ ഒട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ ഒടിയുന്ന ഫീൽ ഉണ്ടായാൽ കയങ്ങുന്നുണ്ടെങ്കിൽ ബോൾട്ട് മാറണം എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് വണ്ടിക്ക് അങ്ങനെ ബോൾട്ടുകൾ ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ലച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ക്ലച്ച് പുതിയ ബോൾട്ട് നമ്മൾ ഇളക്കി പുതിയ ബോൾട്ടിന് സെറ്റ് ചെയ്ത് കൊടുക്കും. ഉള്ള കാര്യം നമുക്കുള്ളതുപോലെ പറയണമല്ലോ. അപ്പം പണികൾ കിട്ടിയ വണ്ടികൾ ഒരുപാടുണ്ട്. ചില അടുത്ത് എവിടെയോ സെറ്റ് ചെയ്ത് ഇതുപോലെ ക്ലച്ച് സെറ്റ് ചെയ്തിട്ട് ക്ലച്ച് മാറിയെന്ന് പറഞ്ഞു. ക്ലച്ച് ഇടയ്ക്കിടയ്ക്ക് ടൈറ്റായി സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബോൾട്ട് ഒടിഞ്ഞ് ഓടി, ബോൾട്ട് ഗിയർ ബോക്സിനകത്ത് ക്ലച്ചിൻ്റെ ഇടയിൽ കയറി കുരുങ്ങി, ക്ലച്ച് ഓഫ് ആവാതെ ഇതിൻ്റെ റിലീസ് ബെയറിങ്ങിൻ്റെ അവിടെ ആയിട്ട് കുരുങ്ങി ക്ലച്ച് ഫോർക്ക് ലിവർ പിന്നെ ഫ്രണ്ടിലോട്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെ വന്ന്
ക്ലച്ച് ഓഫ് ആവാതെ ഗിയർ ബോക്സ് എല്ലാം കൂടി അടിച്ചു പോയി. ഗിയർ ബോക്സ് പിന്നെ മാറേണ്ട വന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ എവിടെ ക്ലച്ച് സെറ്റ് ചെയ്തതാണ്, കറക്റ്റ് നോക്കാതെ സെറ്റ് ചെയ്തതാണ് ഈ പ്രോബ്ലം ഉണ്ടായത്, ബോൾട്ട് ഒടിഞ്ഞ് ഇരുന്ന കാരണത്താൽ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പറയേണ്ട കാര്യം. ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ ഇതാണ് കേട്ടോ അതിൻ്റെ പ്രഷർ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രഷർ പ്ലേറ്റ് വാലിയോ ആണ് കമ്പനിയിൽ വരുന്നത്. വാലിയോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ പ്രഷർ പ്ലേറ്റിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിരിക്കും എന്ന് വെച്ചാൽ തുരുമ്പ് ഇരിക്കാനായിട്ട്. പുതിയ ക്ലച്ച് വരുമ്പോൾ അതിൽ കുറച്ച് WD-40 അടിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം. ക്ലച്ച് ഡിസ്ക് ഇതാണ്. ഇത് ഹുണ്ടായി കിയ മാനുഫാക്ചറിങ് ഇത് അടിച്ചിട്ടുണ്ട് കണ്ടോ, ഹുണ്ടായി കിയ വാല്യൂ. പിന്നെ പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ക്ലച്ച് ഡിസ്കിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കട്ടി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ആ കട്ടി തിക്നെസ് നമ്മൾ ക്ലച്ച് ഓടുന്ന സമയത്ത് താങ്ങുകയാണെങ്കിൽ ക്ലച്ചിൻ്റെ തിക്നെസ് കുറഞ്ഞാണ് ക്ലച്ച് കംപ്ലയിൻറ്റ്, ക്ലച്ച് റൈസിങ് വരുന്നത്. ഈ റിവേറ്റൊക്കെ ഇതിൽ പിടിച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ഭയങ്കര വിറയിലും ഷിഫറിങ്ങൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് സെറ്റായിട്ട് മാറണം. അതിനോടൊപ്പം റിലീസ് ബെയറിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. റിലീസ് ബെയറിങ് ഇതാണ്, ഹുണ്ടായുടെ ജെനുവിനാണ് കണ്ടോ. റിലീസ് ബെയറിങ് അത്യാവശ്യം നല്ല സ്മൂത്താണ്. എപ്പോഴും നമ്മൾ ഹുണ്ടായുടെ ജെനുവിൻ പാർട്സ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഇതും ഹുണ്ടായി കിയ, ഇതും വാല്യൂ ആണ് കേട്ടോ. വാല്യൂ ആണ് വരുന്നത് കണ്ടോ, വാല്യൂ ആണ് വരുന്നത് ഹുണ്ടായി കിയ. റിലീസ് ബെയറിങ് ഭയങ്കര സ്മൂത്താണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് ചെയ്യേണ്ടത്. സ്റ്റഡ് മൗണ്ടിങ്, ലിങ്ക് റോഡ്, ഡീസൽ ഫിൽറ്റർ, ഓയിൽ ചോർത്തി വിട്ട് ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻറ്റ്, പിന്നെ നാനോ ലൂബ് നമുക്ക് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യണം. പിന്നെ സ്റ്റഡ് മൗണ്ടിങ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്രാക്ക് നമ്മൾ ഇളക്കി സെറ്റ് ചെയ്യണം ഇനി ബാക്കിൽ. അങ്ങനെ നമ്മൾ റിലീസ് ബെയറിങ് ഗ്രീസൊക്കെ വെച്ച് സെറ്റ് ചെയ്തായിരുന്നു. ഫോർക്ക് സെറ്റ് ചെയ്തായിരുന്നു ഗ്രീസൊക്കെ വെച്ച്. ഒരുപാട് ഗ്രീസ് ആവാൻ പാടില്ല, ചെറുതായിട്ട് മൈന്യൂട്ടായിട്ട്. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരു സ്ലാബ് സിലിണ്ടർ വെച്ച് ദാണ്ട് ഇങ്ങനെ പുഷ് ചെയ്ത് ഇത് തള്ളി വിടുമ്പോഴാണ് ഫ്രണ്ടിലോട്ട് വന്ന് ക്ലച്ച് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കറങ്ങുമ്പോൾ എഞ്ചിൻ കറങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ റിലീസ് ബെയറിങ് കറങ്ങും. ലോഡ് കൂടുമ്പോൾ ചവിട്ടുമ്പോഴായിരിക്കും ലോഡ് കൂടുന്നത്. ഇല്ലാത്ത സമയത്ത് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ലോഡ് കൂടുന്നത് ക്ലച്ച് ചവിട്ടുമ്പോഴായിരിക്കും നല്ല ടൈറ്റിന് കറങ്ങുന്നത്. അപ്പോൾ റിലീസ് ബെയറിങ് പഴയതാണ്, മുഴക്കമുള്ളതാണ്. അതെല്ലാം നമ്മൾ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലച്ച് പുതിയത് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ക്ലച്ചെല്ലാം സെറ്റ് ചെയ്തു, കറക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ബോൾട്ടെല്ലാം കറക്റ്റ് ടോർക്കിന് നമ്മൾ ടൈറ്റ് ചെയ്തായിരുന്നു. ക്ലച്ച് സെൻറ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലച്ച് സെൻറ്റർ ചെയ്താലേ ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. സൈഡുണ്ട് ക്ലച്ച് ഡിസ്കിന്, അതെല്ലാം നമ്മൾ കറക്റ്റ് നോക്കി സെറ്റ് ചെയ്തായിരുന്നു. ക്ലച്ചിൻ്റെ ബോൾട്ട് 9 എണ്ണം നമ്മൾ ടൈറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഡീസൽ ഫിൽറ്റർ ഇതാണ് കേട്ടോ. ഡീസൽ ഫിൽറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിഫ്റ്റ് പമ്പാണ് ഇതിൽ വരുന്നത്. ലിഫ്റ്റ് ചെയ്ത് ലോഡ് ചെയ്യണം. 2 ഇന്നും ഔട്ടും പൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്, വെള്ളം കയറി കഴിഞ്ഞാൽ മീറ്ററിൽ ലൈറ്റ് തെളിയും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഡീസൽ അടഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിൽ ലൈറ്റ് തെളിയാൻ വേണ്ടിയാണ് ഈ സെൻസർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ഇളക്കി. ഡീസൽ ഫിൽറ്റർ തിരിക്ക് ടൈപ്പാണ്, മെറ്റൽ ടൈപ്പാണ് വരുന്നത്. ഇതിനകത്ത് പേപ്പറൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ജെന്യൂൻ സാധനമാണ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൽ പുറോ ലെറ്റർ കമ്പനിയാണ് വരുന്നത് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡീസൽ ഫിൽറ്റർ സെറ്റ് ചെയ്യണം. ഡീസൽ ഫിൽറ്റർ എല്ലാ 20,000 കിലോമീറ്റർ കൂടുമ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ പമ്പ് കംപ്ലയിൻറ്റ് വരാതിരിക്കുകയുള്ളൂ, വണ്ടി മൈലേജ് കിട്ടത്തുള്ളൂ, അതുപോലെ തന്നെ വണ്ടി പുള്ളിങ് കിട്ടത്തുള്ളൂ. ഡീസൽ ഫിൽറ്റർ കറക്റ്റ് ചേഞ്ച് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കയറി അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ആയിരിക്കും, ഇഞ്ചക്ടർ ബ്ലോക്ക് ആവും, പമ്പ് കംപ്ലയിൻറ്റ് വരും. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കോസ്റ്റ്ലിയാണ് ഡീസൽ വാഹനത്തിന്. അപ്പോൾ കറക്റ്റാണ് നിങ്ങളിത് ചേഞ്ച് ചെയ്ത് പോവുക. ഇതാണ് കേട്ടോ സ്റ്റഡ് മൗണ്ടിങ് നമുക്ക് ചേഞ്ച് ചെയ്യണം. മൗണ്ടിങ് ഇടിച്ച് താഴ്ന്നിട്ടുണ്ട്. പുതിയ മൗണ്ടിങ് ഇതാണ് കേട്ടോ. മൗണ്ടിങ് ഒരു 1,00,000 കിലോമീറ്ററാണ് കണക്ക്. പിന്നെ ഓടിക്കും പോലെ ഇരിക്കും. ഇത് ഫസ്റ്റ് ടൈമാണ് മാറുന്നത് കേട്ടോ. ഇതും തമ്മിലുള്ള വ്യത്യാസം ഇതിൻ്റെ ഹൈറ്റ് കുറയും. പഴയത് ഹൈറ്റ് കുറയും, പുതിയത് ഹൈറ്റ് കൂടും. അപ്പോൾ സ്റ്റഡ് ചേസിൽ നല്ല ഇറവി ടൈറ്റായിരിക്കും. അപ്പോൾ ഇത് ലൂസ് ആകുമ്പോഴാണ് ജെർക്കിങ് സൗണ്ടും ഷോക്ക് കംപ്ലയിൻ്റ് ഒക്കെ വരാൻ സാധ്യത. ഇത് നിങ്ങൾ സ്റ്റഡ് മൗണ്ടിങ് കംപ്ലയിൻ്റ് ആകുമ്പോൾ ഇത് സെറ്റായിട്ട് നിങ്ങൾ മാറിക്കൊടുക്കുക സെറ്റായിട്ട്. ഓക്കെ, സ്റ്റഡ് കംപ്രസ് ചെയ്ത് നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കംപ്രസ് ചെയ്ത് വേണം നമുക്ക് ഇതിൽ മൗണ്ടിങ് ചേഞ്ച് ചെയ്യാനായിട്ട്. നമ്മളിതിൽ ക്ലച്ചിൻ്റെ പരിപാടി ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡീസൽ ഫിൽറ്റർ മാറിയിട്ടുണ്ട്. പിന്നെ എയർ ഫിൽറ്റർ നമ്മൾ പുതിയത് ചേഞ്ച് ചെയ്തു. ബാറ്ററി ഫിക്സ് ചെയ്തിട്ടുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ക്ലച്ചിൻ്റെ സ്ലാബ് സിലിണ്ടറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ക്ലച്ച് ഓഫ് ആവണമെന്നുണ്ടോ ക്ലച്ച് ഓൺ ആവണമെന്നുണ്ടോ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമ്മൾ എഞ്ചിൻ ഓയിൽ നമ്മൾ ചോർത്തിയിട്ടുണ്ട് കേട്ടോ. റാമ്പിൽ ഒരു ബക്കറ്റ് വെച്ച് നമ്മൾ ഓയിൽ ഒരു 3-4 മണിക്കൂർ നമ്മൾ ചോർത്തി വിട്ടിട്ടുണ്ട്. അപ്പം മുമ്പ് കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വാഹനത്തിൽ 3-4 വർഷം കൊണ്ട് സംഭവം കസ്റ്റമർ ഈ ഒരു നാനോ ലൂബ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ നല്ലൊരു റിവ്യൂ ആണ് തന്നത്. നമ്മളുടെ പറഞ്ഞത് നാനോ ലൂബ് ഒഴിച്ചതിന് ശേഷം വണ്ടിയിലെ പെർഫോമൻസ് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഓയിൽ അധികം കറക്കുന്നില്ല, എന്ന് വെച്ചാൽ സ്ലഡ്ജ് കൂടുന്നില്ല. പിന്നെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല, എന്ന് വെച്ചാൽ എഞ്ചിനിൽ ഓയിൽ ഹീറ്റിംഗ് ഇല്ല, കൂളൻ്റ് ടെമ്പറേച്ചർ കയറുന്നില്ല. ഒരു മീഡിയം ലെവലിൽ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വണ്ടി ഭയങ്കരമായിട്ടുള്ള മൈലേജ് പറയുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പവർ അത്യാവശ്യം നല്ല രീതിക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ സൗണ്ട് അധികം കുറയ്ക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു നാനോ ലൂബ് വ്യത്യാസപ്പെടുത്തുന്നുണ്ടെന്നാണ് കസ്റ്റമർ എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഈ ഒരു വാഹനത്തിന് ഞാൻ അങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല.
നമുക്ക് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു വാഹനം 4 വർഷം കൊണ്ട് ഓടിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനം ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ സാധാരണ ഒരു i20 ഓടിക്കണേക്കാളും ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം പവറുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം പുള്ളിങ്ങുണ്ട്. സൈലൻറ്റ് സൗണ്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാനോ ലൂബ് ഒന്നുകൂടി ഒന്ന് ഒഴിച്ച് വണ്ടി പുതിയ ഓയിൽ ഒഴിച്ച് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് ഓടിച്ച് നോക്കുമ്പോഴേ കറക്റ്റ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കസ്റ്റമർ റിവ്യൂ നമുക്ക് എടുക്കാം. അതിന് ശേഷം എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഉണ്ടോ എല്ലാം നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൽ 5 ലിറ്റർ ഓയിൽ വരുന്നുണ്ട്. നമ്മൾ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് ഒഴിക്കുന്നത്. ആ ഓയിലിൻ്റെ കൂടെയാണ് ഈ നാനോ ലൂബ് 100 ml ഒഴിക്കേണ്ടത് കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് നാനോ അൾട്രാ ലൂബ് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ നാനോ ലൂബ് 100 ml ആണ് വരുന്നത്. 100 ml 1200 റേറ്റ് ഉണ്ട്. പക്ഷേ ഇത് റേറ്റ് കുറച്ച് കൊടുക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ 100 ml 1500 cc താഴെയുള്ള വാഹനത്തിലെല്ലാം 100 ml ഓയിൽ ഒഴിക്കണം. ബൈക്കിനൊക്കെ ആണെങ്കിൽ ബുള്ളറ്റ് ബൈക്ക് അങ്ങനത്തെ വാഹനത്തിനൊക്കെ 50 ml ഒഴിച്ചാൽ മതി. പിന്നെ ഇതിൽ കുറേ കാര്യങ്ങൾ അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. അപ്പോൾ അത് കസ്റ്റമറായിട്ട് സംസാരിക്കാം. ഞാൻ അറിഞ്ഞ രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇത് നമുക്ക് ഗിയർ ബോക്സിൽ ഒരു 50 ml ഒഴിച്ച് കഴിഞ്ഞാൽ ഗിയർ ബോക്സിൽ ഗിയറൊക്കെ സ്മൂത്ത് ആവും. അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ് ഹൈഡ്രോളിക് വഴി വർക്ക് ചെയ്യുന്ന പവർ സ്റ്റിയറിങ്ങിൽ ഒരു 50 ml ഒഴിച്ച് കൊടുത്താൽ സ്റ്റിയറിങ് നല്ല ഫ്രീ ആവും എന്നും പറയുന്നുണ്ട്. പിന്നെ AC കംപ്രസറിനകത്ത് ഓയിൽ വരുന്നുണ്ട്. ഈ ഓയിലിൻ്റെ കൂടെ ഇതും ഒരു 50 ml ഒഴിച്ച് കൊടുത്താൽ അത് AC കടയിൽ കൊടുത്ത് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഒഴിച്ച് കഴിഞ്ഞാൽ എഞ്ചിനിലുള്ള പിടുത്തം കുറയും എന്ന് പറഞ്ഞു. AC ഇടുമ്പോഴുള്ള എഞ്ചിനിലുള്ള പിടുത്തം കുറയും, കുറച്ചുകൂടി സ്മൂത്ത് ആവും എഞ്ചിൻ എന്നും പറയുന്നുണ്ട്. ഒരുപാട് കാര്യത്തിന് ഈ ഒരു നാനോ ലൂബ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഒഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് ഷേക്ക് ചെയ്യണം. ഒരു 100 ml എത്രയാണോ ഈ ഒരു വാഹനത്തിന് 5 ലിറ്ററാണോ ഒഴിക്കേണ്ടത്, ആ 5 ലിറ്ററിൻ്റെ ഒരു 100 ml കുറച്ച് ഒരു 4 തൊള്ളാരം ഒഴിച്ചതിന് ശേഷം ഈ ഒരു 100 ml കൂടെ ഒഴിച്ച് കൊടുത്ത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടണം. അടുത്ത 10,000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും എഞ്ചിൻ ഓയിൽ മാറുമ്പോൾ വീണ്ടും ഇത് ഒഴിച്ച് ഓടണം എന്നുള്ളതാണ് ഈ ഒരു എഞ്ചിൻ്റെ പെർഫോമൻസ് മാറ്റേണ്ട രീതിയെന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഞാൻ ഇത്രയും വർഷ കാലയളവിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങളെ ഇത് കൊള്ളാം, നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഇത് കസ്റ്റമർ ഒരു 3-4 വർഷം കൊണ്ട് ഉപയോഗിക്കണമുണ്ട്. എൻ്റെ അടുത്ത് ഫുൾ ഡീറ്റെയിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എഞ്ചിനിൽ ഞാൻ ചോർത്തി നോക്കിയപ്പോഴും വലിയ സ്ലഡ്ജും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. ഈ എഞ്ചിൻ ഓയിൽ മാറിയതാണ് കേട്ടോ. എഞ്ചിൻ ഓയിൽ മാറ്റിയ എഞ്ചിൻ ഓയിലാണ്, ഫിൽറ്ററിനകത്ത് കിടക്കുന്നതാണ്. ഇത് നമുക്ക് കൈകൊണ്ട് തുടച്ചെടുക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഇതാ ഇങ്ങനെയാണ്. അത്യാവശ്യം അവർ പറയുന്നത് പോലെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് തുടയ്ക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകണം, ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ സ്ലഡ്ജ് കണ്ടോ, അത്യാവശ്യം പോകുന്നുണ്ട്. നമ്മളൊരു വേസ്റ്റ് എടുത്ത് തുടച്ചാലും കയ്യിൽ നിന്ന് പോകണം. കുറച്ച് വേസ്റ്റ് എടുത്ത് കണ്ടോ, തുടച്ചാലും കൈ നല്ല പ്യുവറായിട്ടിരിക്കണം. എന്ന് വെച്ചാൽ സ്ലഡ്ജ് കുറവാണ്. ഈ കയ്യിലാണ് നമ്മൾ ആക്കിയത്. സ്ലഡ്ജ് കുറവാണ്. 10,000 കിലോമീറ്റർ സിന്തറ്റിക് ഓയിലിൻ്റെ കൂടെ ഒഴിച്ചിട്ടുള്ളത്. ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ഉപയോഗിക്കാൻ അറിയാത്തവരാണ് ഈ ഒരു നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നതെന്നാണ് ഞാൻ അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഓയിൽ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണെങ്കിൽ ഓയിലൊന്ന് ഫ്ലഷ് ചെയ്യുക. ഫ്ലഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറഞ്ഞ ഓയിൽ വാങ്ങി വീത്തി എഞ്ചിൻ ഫ്ലഷ് വാങ്ങാൻ കിട്ടും, കാസ്ട്രോളിൻ്റെയൊക്കെ വാങ്ങാൻ കിട്ടും. അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നമ്മൾ ചോർത്തി വീണ്ടും നമ്മൾ കുറഞ്ഞ ഓയിലും കുറച്ച് ഫ്ലഷും കൂടെ ഒഴിച്ച് വീണ്ടും നമ്മൾ ചോർത്തി ഓയിൽ ഫിൽറ്ററും മാറി അടുത്ത എഞ്ചിൻ ഓയിൽ ഒഴിച്ചതിന് ശേഷം പുതിയ ഓയിൽ ഒഴിച്ചതിന് ശേഷം മാത്രമേ പുതിയ ഫിൽറ്റർ ഇട്ടതിന് ശേഷം മാത്രമേ ഈ ഒരു നാനോ ലൂബ് ഉപയോഗിച്ചാൽ ആ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതും വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ ഓടത്തുള്ളൂ. ഇങ്ങനെയാണ് ഇത് മാറേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു നാനോ ലൂബ് ഒരുപാട് ഹീറ്റിംഗ് കുറയ്ക്കും. എന്ന് വെച്ചാൽ ലൂബ്രിക്കേറ്റിംഗ് ഒരു 4 ഇരട്ടി ആക്കുമെന്നാണ് പറയുന്നത്. ലൂബ്രിക്കേറ്റിംഗ് എന്ന് വെച്ചാൽ തേയ്മാനം കുറയ്ക്കും. മെറ്റൽ ഭാഗത്തുള്ള തേയ്മാനം 4 ഇരട്ടി കുറയ്ക്കാനും ഫ്രിക്ഷൻ കുറയ്ക്കാനും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹീറ്റിംഗ് കുറയ്ക്കും. എഞ്ചിൻ ഓയിലിൻ്റെ ഹീറ്റിംഗ്, കൂളൻറ്റിൻ്റെ ഹീറ്റിംഗ്, മൈലേജ് കൂട്ടും, പവർ കൂട്ടും, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ സ്ലഡ്ജ് കൂടത്തില്ല. ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് ഈ ഒരു വാഹനത്തിന് എങ്ങനെയാണ് ഈ ഒരു കറക്കുന്നത്, ഈ നല്ലൊരു ഗോൾഡ് കളറിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ വീത്തുന്നത് എങ്ങനെയാണ് ഇങ്ങനെ കറക്കുന്നതെന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എഞ്ചിനകത്ത് ഡീസൽ കത്തുമ്പോൾ ഒരു വാതകം പ്രൊഡ്യൂസ് ആകും. എന്ന് വെച്ചാൽ ഒരു എയർ പ്രൊഡ്യൂസ് ആകുമ്പോൾ ഗ്യാസ് എഞ്ചിൻ ഓയിൽ, സാധാരണ എഞ്ചിൻ ഓയിൽ എങ്ങനെ കറക്കുന്നത് എന്ന് വെച്ചാൽ വാഹനത്തിനുണ്ടാകുന്ന ഡീസൽ കാർബൺ ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ കാർബൺ വലിച്ചെടുത്താണ് ഡീസലിൽ വരുന്ന സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ആകും. ആ ഗ്യാസ് എൻജിൻ ഓയിൽ പിടിച്ചെടുക്കുമ്പോഴാണ് അവിടെ ഒരു കരി പോലെ, എന്ന് വെച്ചാൽ കാർബൺ പിടിച്ചെടുക്കുമ്പോൾ എൻജിൻ ഓയിൽ വാതകം അകത്തോട്ട് പിടിച്ചെടുക്കുമ്പോൾ എൻജിൻ ഓയിൽ കറക്കും. അങ്ങനെയാണ് കറുത്ത് ഇതിൻ്റെ തേയ്മാനം കൂടി കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞു എൻജിൻ ഓയിലിൻ്റെ
കാർബൺ ഡെപ്പോസിറ്റ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് എഞ്ചിൻ്റെ തിക്നെസ് എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിലിൻ്റെ കട്ടി കൂടിക്കഴിഞ്ഞാൽ തേയ്മാനം കൂട്ടും എന്ന് വെച്ചാൽ ലൂബ്രിക്കേറ്റിംഗ് കറക്റ്റ് നടക്കത്തില്ല, വിസ്കോസിറ്റി കുറയും. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് കിലോമീറ്ററിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞത്. ഡീസലായാലും പെട്രോൾ ആയാലും കത്തുന്ന വാതകം വലിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ എഞ്ചിൻ ഓയിലിൻ്റെ ജോലി. 3 ജോലിയാണ് ചെയ്യുന്നത്. ഒന്ന് കാർബൺ ഡെപ്പോസിറ്റിനെ വലിച്ചെടുക്കും, അതുപോലെ തന്നെ എഞ്ചിൻ കൂളിംഗ് ആക്കും, നല്ല രീതിക്ക് ഒന്ന് കൂളിംഗ് ആക്കും. 3 ലൂബ്രിക്കേറ്റിംഗ് എന്ന് വെച്ചാൽ തേയ്മാനം കുറയ്ക്കും, മെറ്റൽ ഭാഗങ്ങളെ തേയ്മാനം കുറയ്ക്കാനാണ് 3 ജോലിയാണ് എഞ്ചിൻ ഓയിൽ ചെയ്യുന്നത്. ആ 3 ജോലിയും ഒരു പരിധിയുണ്ട് എഞ്ചിൻ ഓയിലിന്. ആ പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ സീസാവാനും അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറാതെ ഓടിക്കഴിഞ്ഞാലും പണി കിട്ടും. എന്ന് വെച്ചാൽ എഞ്ചിൻ സീസായി പോകും. എന്ന് വെച്ചാൽ ലൂബ്രിക്കേറ്റിങ്ങും അതുപോലെ തന്നെ കൂളിങ്ങും അതുപോലെ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് വലിച്ചെടുക്കാനുള്ള അളവും കുറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ പണി ഉണ്ടാവും. അതുകൊണ്ടാണ് കമ്പനി പറയുന്നത് ഇത്ര കിലോമീറ്ററിൽ ഈ ഓയിൽ, സിന്തറ്റിക് ഓയിലാണെങ്കിൽ 10,000, നോർമൽ ഓയിലാണെങ്കിൽ 5,000 കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് കമ്പനി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുതിയ ഫിൽറ്റർ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഓയിലിനിട്ട് ഇട്ടതിന് ശേഷം പുതിയ ഓയിൽ ഫിൽറ്റർ ഇട്ടതിന് ശേഷമാണ് നമുക്ക് 5 ലിറ്റർ ഓയിൽ 4,900 ഒഴിച്ചതിന് ശേഷം 100 ml ഓയിൽ ഈ ഒരു നാനോ ലൂബ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ആയിട്ട് നമുക്ക് വരുന്ന കസ്റ്റമറിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഇത്രയും വർഷം നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഓടുന്നതിൽ എങ്ങനെയുണ്ട് എല്ലാം നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂളൻ്റ് ഫില്ല് ചെയ്യണം, എയർ ഫിൽറ്ററായി, ഡീസൽ ഫിൽറ്ററായി, അതുപോലെ തന്നെ സ്റ്റഡ് മൗണ്ടിങ് 2 സൈഡ് ചേഞ്ച് ചെയ്തു, ലിങ്ക് റോഡ് ചേഞ്ച് ചെയ്തു, ക്ലച്ച്, പ്രഷർ പ്ലേറ്റ്, റിലീസ് ബെയറിംഗ്, പിന്നെ ഫ്ലൂഡെല്ലാം ചെക്ക് ചെയ്തു, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തു, ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തു, ബ്രേക്ക് ക്ലീൻ ചെയ്തു, എല്ലാം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. EGR ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, EGR ഇടയ്ക്ക് ചെയ്തു കസ്റ്റമർ. അപ്പം വലിയ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇൻ്റർകൂളർ ഒന്ന് വെച്ച് ക്ലീൻ ചെയ്തു, EGRൻ്റെ ലൈനുകളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു, കറക്റ്റ് ചെയ്തു. ഇനി എല്ലാം ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് വാഹനം ഒന്ന് ഓടിച്ച് നോക്കി എങ്ങനെയാണ് എൻ്റെ പെർഫോമൻസ്, ക്ലച്ച് സ്മൂത്തായോ, ഗിയർ ടൈറ്റ് ഉണ്ടോ, അതുപോലെ തന്നെ എഞ്ചിൻ്റെ വലിവ് പുള്ളിങ് എങ്ങനെയുണ്ട്, പവർ എങ്ങനെയുണ്ട്, ഇതൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. സിന്തറ്റിക് ഓയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 5 ലിറ്റർ. അപ്പോൾ അതെല്ലാം ഒഴിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മൾ ഓയിലിനിട്ടിട്ടു, അതിനുശേഷം നമ്മൾ ഫിൽറ്റർ ഇട്ടു, നമുക്ക് എഞ്ചിൻ ഓയിൽ ഒഴിക്കാം. എഞ്ചിൻ ഓയിൽ ഫുള്ളി സിന്തറ്റിക്കാണ്, കസ്റ്റമർ മേടിച്ചിട്ടുണ്ടെന്നാണ്. നാനോ ലൂബ്, ഓയിൽ, ബാക്കിയുള്ള സ്പെയറെല്ലാം കസ്റ്റമർ വാങ്ങിക്കൊണ്ടെന്നാണ്. നമ്മൾ ഏതൊരു വാഹനത്തിനും ജെനുവൻ പാർട്സാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ക്ലച്ച്, അതിൻ്റെ സ്ലാബ് സിലിണ്ടർ, റിലീസ് ബെയറിങ്, എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, ഇതെല്ലാം നമുക്കിവിടെ നെടുമങ്ങാട് അവൈലബിൾ അല്ല. നമ്മൾ സിറ്റിയിൽ നിന്നാണ് സാധനങ്ങൾ എടുക്കുന്നത്. ഇത് ഹുണ്ടായുടെ ജെനുവൻ പാർട്സ്. അപ്പോൾ ഓർഡർ കൊടുക്കുമ്പോൾ ചേസ് നമ്പർ കൊടുക്കുമ്പോൾ അവരെല്ലാ പാർട്സുകളും നമുക്ക് തെറ്റാതെ, വണ്ടി മാറിപ്പോവാതെ നമുക്ക് ആ ഒരു വണ്ടിക്ക് തന്നെ എടുത്ത് എല്ലാം കിട്ടുന്നതായിരിക്കും. ഇതുവരെയും അങ്ങനെ തെറ്റിയിട്ടില്ല. ചേസ് നമ്പരും ലെഫ്റ്റ് സൈഡ് ഡോറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചേസ് നമ്പർ കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പെയർ തെറ്റാതെ നമുക്ക് കിട്ടും. പിന്നെ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം നമുക്ക് വണ്ടി കസ്റ്റമർ കൊണ്ടുതരും, എന്തൊക്കെ വർക്കുണ്ട് നമ്മൾ ഓടിച്ച് നോക്കും, ഇന്ന കംപ്ലയിൻറ്റ് പറയും. അപ്പോൾ കസ്റ്റമർ വില്ലിങ് ആണെങ്കിൽ ഒന്നുകിൽ നമ്മളുടെ പറയും ഇതുപോലെ പാർട്സ് നമുക്ക് ഒറിജിനൽ ഓർഡർ ചെയ്ത് എടുത്ത് സെറ്റ് ചെയ്ത് തരണമെന്ന് പറയും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറിനെ തന്നെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതി കൊടുക്കും, അവർ തന്നെ നമ്മൾ ഷോപ്പ് പറഞ്ഞു കൊടുക്കും, അവർ തന്നെ പോയി വാങ്ങി കൊണ്ടുതരും. അങ്ങനെയാണ് നമ്മൾ വർക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത്രയും വർക്ക് നമ്മൾ രാവിലെ മോർണിംഗ് 9 മണിക്ക് തുടങ്ങി, 9:30 തുടങ്ങി, ഒരു 3 മണിക്ക് നമുക്ക് വർക്ക് തീർത്തിട്ടുണ്ട്. എന്തൊക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് മാറി, ഗിയർ ബോക്സ് ഇളക്കി, ക്ലച്ച് മാറി, സ്റ്റഡ് മൗണ്ടിങ് 2 സൈഡും ചെയ്തു, ഡീസൽ ഫിൽറ്റർ, ഓയിൽ, കൂളൻ്റ്, EGR എല്ലാം ചെക്ക് ചെയ്തു, ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്തു, ബ്രേക്ക് 4 വീലും ബ്രേക്ക്. നമ്മൾ 3 പേര് നിന്നാണ് വർക്ക് തീർത്തത്. നമുക്ക് വേറെ വർക്ക് പെൻഡിങ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 3 പേരും കൂടി നിന്ന് ഒരു വണ്ടിയിൽ തന്നെ ചെയ്ത് കറക്റ്റ് ചെയ്ത് വിടുന്നത്. അപ്പോൾ 4,900 ഒഴിച്ചതിന് ശേഷം 100 ml ഒഴിച്ച് 5 ലിറ്റർ കറക്റ്റ് ചെയ്ത് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കൂളൻ്റ് ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കണം, ലീക്ക് നോക്കണം. അപ്പോൾ ഒന്ന് നാനോ ലൂബ് ഒന്ന് ഷേക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷേക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഈ എഞ്ചിൻ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ ഒരു നാനോ ലൂബ് നല്ല ഷേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ ഷേക്ക് ചെയ്ത് ഇതിലോട്ടൊന്ന് ഫിക്സ് ചെയ്യണം, ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു തുറന്നോ, എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. നമ്മളും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമുക്ക് ഉപയോഗിച്ച് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ വാഹനത്തിന് എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ എൻ്റെ ടാറ്റ മാൻസാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു വാഹനത്തിന് ഒഴിച്ചു നോക്കി ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞ് എങ്ങനെയുണ്ട് പെർഫോമൻസ്, എന്നാൽ മാത്രമേ എനിക്ക് ഇത് കൊള്ളാം, നിങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, കൊള്ളാം കേട്ടോ സംഭവം. ഒരു തരി പോലെയാണ് വരുന്നത് കേട്ടോ, തരിയായിട്ട്. ഒരു ബോൾ ബെയറിങ്സ് പോലെയാണെന്നാണ് പറഞ്ഞു കേട്ടത് ഞാൻ അറിവ്. 100 ml ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഷേക്ക് ചെയ്തതിന് ശേഷം അതുകൊണ്ട് ഞാൻ ഈ വാഹനം ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഓടിച്ച് നോക്കട്ടെ, എഞ്ചിൻ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം മതി.
ഓക്കെ, ഫുള്ളായിട്ടുണ്ട്. ഒരു കുഴമ്പ് രൂപത്തിലാണ് വരുന്നത് കേട്ടോ. പക്ഷെ ഭയങ്കര ഒരു എന്നുവെച്ചാൽ വിസ്കോസിറ്റി ഭയങ്കര വെഴുവെഴുപ്പ് കേട്ടോ. ഭയങ്കര സ്മൂത്ത്, ഭയങ്കര സ്മൂത്തായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് നാനോ ലൂബ്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അടുത്ത് കസ്റ്റമർ പറഞ്ഞ അറിവാണ്. വണ്ടി ആദ്യം തന്നെ എൻജിൻ ഫ്ലഷ് ചെയ്യണം. എൻജിൻ ഫ്ലഷ് ചെയ്ത് അതിനുശേഷം പുതിയ എൻജിൻ ഓയിൽ ഒഴിച്ച് ഓയിൽ ഫിൽറ്ററും പുതിയത് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഈയൊരു നാനോ ലൂബ് ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ഓക്കെ, അങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്മൂത്ത് സൗണ്ടാണ് കേട്ടോ, പക്ഷേ സൈലൻറ്റ് സൗണ്ടാണ്. പിന്നെ കൂളൻ്റ് ഒഴിച്ചിട്ടുണ്ട് 3 ലിറ്റർ, ഓയിലും ഒഴിച്ചു, നാനോ ലൂബ് ഒഴിച്ചു, ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്, എയർ എടുത്തിട്ടുണ്ട് സ്ലാബ് സിലിണ്ടറിൽ. എയർ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, ഗിയർ ബോക്സ് ഓയിൽ, ക്ലച്ച്, സ്ലാബ് സിലിണ്ടർ, 2 സ്റ്റഡ് മൗണ്ടിങ്, ലിങ്ക് റോഡ്, കാലിബർ ഷിം ചെയ്തു, കറക്റ്റ് ചെയ്തു, എല്ലാം ഓക്കെയാണ്. ടയറും മുടിക്കിയിട്ടുണ്ട്, വീൽ മുടിക്കിയിട്ടുണ്ട്. ബ്രേക്കും ഹാൻഡ് ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് വണ്ടി ഓടിച്ച് നോക്കി ക്ലച്ച് എങ്ങനെയുണ്ട്. അതിനുശേഷം നമ്മൾ ആക്സിൽ ഇളക്കിയല്ലോ, ആക്സിൽ ഇളക്കിയതിന് ശേഷം നമ്മൾ ആക്സിൽ ഫിറ്റ് ചെയ്തു, ഗിയർ ബോക്സ് ഫിക്സ് ചെയ്തതിന് ശേഷം ആക്സിൽ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇളക്കുന്ന സമയത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ, ഓയിൽ സീൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. വാഹനം ഒരു 10 കിലോമീറ്റർ ഓടിച്ച് നോക്കി വീണ്ടും റാമ്പിലിട്ട് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ ആക്സിൽ ഗിയർ ഓയിൽ ലീക്ക് ഉണ്ടോ എന്നൊക്കെ. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം കസ്റ്റമറിന് കൊടുക്കാനായിട്ട്. ഓയിൽ ലീക്ക് നമുക്ക് ചെക്ക് ചെയ്യണം, ഓയിൽ ഡ്രൈൻ ബോൾട്ടും അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്ററും വരുന്ന ഭാഗത്തെല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ക്ലച്ചിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നോക്കാം, ക്ലച്ച് സ്മൂത്തായോ എന്നൊക്കെ നമുക്ക് നോക്കാം. ക്ലച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ക്ലച്ച്. നമുക്കൊരു വിരലിൽ വേണമെങ്കിൽ ചവിട്ടാം, കാണിക്കാം എങ്ങനെയാണെന്ന്. ഇതാണ്ട, അത്രയ്ക്ക് സ്മൂത്താണ് കേട്ടോ ക്ലച്ച്, നല്ല ഫ്രീ ആയി. നമുക്ക് ഗിയറും കൂടി ഒന്ന് ഇട്ട് നോക്കാം. ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ടിങ്ങിലാണേ വണ്ടി. ഗിയറും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അത് നമ്മൾ സിന്തറ്റിക്കാണ് ഒഴിച്ചിട്ടുള്ളത് ന്യൂസിൻ്റെ. ഓക്കെ, ഗിയർ സ്മൂത്തായി. ബ്രേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ബ്രേക്ക് പെഡൽ കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. അതായത് ബാക്ക് വീലിൽ നോർമൽ ബ്രേക്കാണ്, ഡിസ്ക് അല്ല. അപ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈപ്പാണ്, അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡിസ്ക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ബ്രേക്കാണ്. അപ്പോൾ അത് ഹാൻഡ് ബ്രേക്ക്, നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്കും പൊതുവേ കൂടിക്കോളും. എന്നുവെച്ചാൽ ആദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം 3 പല്ലാണ് പിടിക്കുന്നത്. ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു 6 പല്ലായിരുന്നു. അതെല്ലാം നമ്മൾ കുറച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് റിവ്യൂ. അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഓടിച്ച് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ക്ലച്ച് നമ്മൾ ചവിട്ടിയപ്പോൾ ഫ്രീ ആയിട്ട് അങ്ങ് പോകുന്നത്. അത്യാവശ്യം ചെറിയ ടൈറ്റ് ഉണ്ട്, എന്നാലും പുതിയ ക്ലച്ച് ചവിട്ടുന്നതിൻ്റെ ഫീലാണ്, പുതിയ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഫീലാണ്. അതുപോലെ തന്നെ ഗിയർ എല്ലാം സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി ഒന്ന് എടുത്ത് നോക്കാം. വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വണ്ടി ഒന്ന് ചാടിയാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പുതിയ ക്ലച്ച് മാറിയേണ്ട ഫീലാണ് വണ്ടി ഫസ്റ്റ് എടുക്കുമ്പോഴുള്ളൊരു ചാട്ടം. അപ്പോൾ അങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓടുകയാണെങ്കിൽ ഇതുപോലെ വണ്ടി റൺ ചെയ്യും എന്നുള്ളതാണ്. വണ്ടി തേരിയിലൊക്കെ താങ്ങാതിരിക്കുക. ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗിയർ ഇട്ട് മേലോട്ട് പോവുക, അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറിട്ടൊക്കെ തേരിയിലൊക്കെ ഇട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഇട്ട് പിടിപ്പിക്കുമ്പോൾ ക്ലച്ച് ഡിസ്ക് ഒരുപാട് പോകും, സ്മെല്ല് വരും, കരിഞ്ഞ സ്മെല്ല് വരും, ക്ലച്ച് പ്രഷർ പ്ലേറ്റിൽ പഴുത്ത് പോകും. പിന്നെ വണ്ടി എടുക്കുമ്പോൾ ഭയങ്കര വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാഫിക്കിൽ ക്ലച്ച് ചവിട്ടി വെക്കാതിരിക്കുക. അത് പെട്ടെന്ന് തന്നെ ക്ലച്ച് വീണ്ടും ടൈറ്റ് ആവും, ഹാർഡാവും ക്ലച്ച് പെഡൽ. അപ്പോൾ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഗിയർ ടൈറ്റ് ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം മാറിയതിന് ശേഷം നമുക്ക് മെയിൻ റോഡിൽ കയറി വണ്ടി ഒന്ന് പവർ ഒന്ന് ചെക്ക് ചെയ്യാം. സംഭവം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എൻജിൻ നോയ്സ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 1.4 ആയാലും എൻജിൻ ഇടിക്കുന്ന ആ ഒരു ടെൻഡൻസി വരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ തേർഡ് ഗിയറിൽ പോയിട്ട് ഒന്ന് സ്ലോ ആയിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാലും ചില വണ്ടികളിൽ എൻജിൻ ഒരു ഇടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. 1.4 അങ്ങനെ ഉണ്ട്, 1.6 അതിൽ ടർബോയിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതിൽ ടർബോ VGT അല്ല, WGT ടർബോ ചാർജറാണ് വരുന്നത്. അതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു ലാഗ് മാറിയിട്ടുണ്ട് കേട്ടോ, വണ്ടിയുടെ എൻജിൻ ഇടുപ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ മെയിൻ റോഡ് നമ്മൾ കയറിയിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഓക്കെ, അത്യാവശ്യം നല്ല പവറായി കേട്ടോ. വണ്ടി എടുത്തോണ്ടൊരു പോക്കാണ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ വലിയ സൗണ്ട് ഇല്ല. നമ്മളൊരു പെട്രോൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ സൗണ്ടാണ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യണത്. സൗണ്ടൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്, സൈലൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. പവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. 1.6 ഓടിക്കുന്നതിൻ്റെ അതേ പവറാണ് ഈ ഒരു വാഹനത്തിന് കിട്ടിയത്. എനിക്കിപ്പം നേരത്തെ കാലം നല്ല രീതിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, തേർഡ് ഗിയറിലായാലും 4 ആയാലും 4 ഇട്ടിട്ടുണ്ട്. ഓക്കെ, നല്ല പെർഫോമൻസ് ഉണ്ട് കേട്ടോ, വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു നാനോ ലൂബ് ഒഴിച്ച് ഈ ഒരു വാഹനം ഞാൻ ഓടിച്ച് നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ കസ്റ്റമർ 4 വർഷം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ. 4 വർഷം കൊണ്ട് ഈ ഒരു നാനോ ലൂബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് അറിയാൻ പറ്റും.
ഞാനിങ്ങനെ ആദ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇത് കൊള്ളാം, നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കി കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഞാനിപ്പോൾ ഉപയോഗിച്ച് നോക്കിയാൽ എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറയാം. വണ്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പവർ കയറി എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി ഞാൻ കയറി പോവുകയാണ് കേട്ടോ. കാല് കൊടുക്കുമ്പോൾ ലാഗില്ല, ടർബോ ലാഗില്ല. ചില വാഹനങ്ങളിൽ ചെറുതായിട്ട് ടർബോ ലാഗൊക്കെ വരേണ്ടതാണ്. അതുപോലെ തന്നെ എഞ്ചിൻ ഇടുപ്പില്ല എന്ന് വെച്ചാൽ 1.4-ന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് 4 ഇട്ടും പിന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് പിന്നെ എടുക്കുമ്പോൾ വണ്ടി ഒരു ഭയങ്കരമായിട്ട് ഇടിച്ചിടിച്ചിടിച്ച് അങ്ങ് പോകും. ഇത് അങ്ങനെയല്ല. അതിൻ്റെ വണ്ടി കുറച്ചല്ല, ഒരു 50-60% ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട് വണ്ടി. ആ ലാഗ് മാറി, സൗണ്ട് മാറി, ഹീറ്റിംഗ് കുറയ്ക്കുമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ കൂളൻ്റ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ എൻജിൻ ഓയിൽ ടെമ്പറേച്ചറിൻ്റെ ഹീറ്റിംഗ് കുറയ്ക്കും എന്നുള്ളതാണ് ഈ ഒരു നാനോ ലൂബ് പറയുന്നത്. നമുക്കൊരു 5-6 കിലോമീറ്റർ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നല്ല പെർഫോമൻസ് ഉണ്ട് കേട്ടോ. 2000 RPM കയറുമ്പോഴേ ഈ ഒരു ടർബോ ഓണായി വണ്ടി ഇളുത്തോണ്ടങ്ങ് പോവുകയാണ്. എന്ന് വെച്ചാൽ സൗണ്ട് ഇല്ലാതെ, നോയ്സ് ഇല്ലാതെ ഇളുത്തോണ്ടങ്ങ് പോവുകയാണ്. അപ്പോൾ നാനോ ലൂബിൽ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ കസ്റ്റമർ വന്നതിന് ശേഷം ഫുൾ ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വർക്കിന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതിൽ കോളിംഗ് ഇല്ല. അപ്പോൾ കോളിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കോളിംഗ് എന്തുകൊണ്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിൻ്റെ ഇടയിൽ നമുക്ക് പാടാണ് കേട്ടോ. കുറേ പേര് സംശയങ്ങൾ ചോദിക്കാനായിട്ട് വരുന്നുണ്ട്. വർക്കിൻ്റെ ഇടയിൽ പാടാണ് നമുക്ക് സംശയം തീർത്ത് കൊടുക്കാനായിട്ട്. അത് ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് ചിലവർക്ക് മെസ്സേജ് ഇട്ട് തന്നെ ഞാൻ റിപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ബുക്കിംഗ് ഞാൻ ഒരു ദിവസം ഡേറ്റ് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജിലൂടെ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ. ബുക്കിംഗ് വർക്ക് വരുമ്പോൾ നല്ല തിരക്കാണ്. നമുക്ക് വരുന്ന കസ്റ്റമറെ മാക്സിമം എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ സമയമെടുക്കും. അതുകൊണ്ടാണ് തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത്. വേറെ ഒന്നും വിചാരിക്കരുത്. ചിലർ പറയും നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വിളിച്ചാൽ എടുക്കുന്നില്ല, മെസ്സേജ് ഇടുന്ന റിപ്ലൈ ഇല്ല. അതൊന്നും നിങ്ങളൊന്നും വിചാരിക്കില്ല. നല്ല തിരക്കുള്ള ആളായതുകൊണ്ടാണ് ഞാൻ സമയം കിട്ടുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആക്സിൽ ലീക്ക് നോക്കണം. ഗിയർ ബോക്സ് ഇളക്കി ആക്സിൽ ഊരിയതുകൊണ്ട് ഇതിൻ്റെ ഓയിൽസിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ ഗിയർ ഓയിൽ ലീക്ക് ആവും. അത് നമുക്ക് ചെക്ക് ചെയ്യണം. ഓടിയതിന് ശേഷം മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലീക്ക് ആണെങ്കിൽ പുതിയ ആക്സിൽ സീൽ നമ്മൾ മാറ്റി കൊടുക്കും. ഇല്ലെങ്കിൽ വേറെ വിഷയമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Hyundai i20 ആക്റ്റീവ് CRDI കോമൺ റെയർ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അത് വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി കസ്റ്റമറിന് വാഹനം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സർവീസ് വർക്ക് ഫുള്ള്, അതുപോലെ തന്നെ ക്ലച്ചും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നാനോ ലൂബിൻ്റെ ഡീറ്റെയിൽ റിവ്യൂവും ചെറുതായിട്ട് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കാര്യം. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ Hyundai ആക്റ്റീവ് നമ്മൾ ഓടിച്ചു നോക്കി. കസ്റ്റമർ വന്നിട്ടുണ്ട്. കസ്റ്റമർ ഓടിച്ചു നോക്കി. ഇനി കസ്റ്റമറുടെ തന്നെ ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു, ചേട്ടാ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്, ഫുൾ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞു. ഞാനൊരു 1 year ആയിട്ട് നോക്കുന്നുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങളുടെ സർവീസ് എല്ലാം ഞാൻ യൂട്യൂബിലെല്ലാം കണ്ടതാണ്. അപ്പോൾ ഓരോ പാർട്സും നല്ല ഡീറ്റെയിൽ ആയിട്ട് സർവീസ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടുവരാൻ. അപ്പോൾ നല്ല ടൈമിലാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. കാരണം വണ്ടിയിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴും വണ്ടി നല്ല കണ്ടീഷനായിട്ടാണ് തോന്നുന്നത്. പുതിയ ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി ഇറക്കുമ്പോൾ എങ്ങനെ ഇരിക്കും ആ ഒരു കണ്ടീഷൻ. അതെ ചേട്ടാ, നമ്മളൊരു വാഹനം നമുക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ വർക്കല്ല നമ്മൾ ചെയ്യണം. സംഭവം പറഞ്ഞാൽ നമ്മൾ A to Z ചെക്ക് ചെയ്യും. പിന്നെ എന്നെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ എൻ്റെ ക്ലച്ച് ഹാർഡാണ്, അതുപോലെ തന്നെ സ്റ്റഡ് മൗണ്ടിങ് പോയിട്ടുണ്ട്, പിന്നെ ബ്രേക്ക് കുറവാണ്, ഹാൻഡ് ബ്രേക്ക് കുറവാണ്, എന്നെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിസ്റ്റ് കൊടുത്തു. ചേട്ടൻ തന്നെ Hyundaiയുടെ ജുനൂൻ ഷോപ്പിൽ പോയി മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നമ്മൾ രാവിലെ മോർണിംഗ് 9 മണിക്ക് തുടങ്ങി ഒരു 4 മണിക്കകത്ത് വർക്ക് കംപ്ലീറ്റ് ആയി. വൈകിട്ട് ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ വന്നു, എല്ലാ ഡീറ്റെയിലായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ചേട്ടൻ നാനോ ലൂബ് ചേട്ടൻ ചെയ്യുന്നുണ്ട്. ചേട്ടനാണ് എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തത്. ഇതുപോലെ നമ്മളെ വാഹനത്തിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, ഞാനിത് ഉപയോഗിച്ച് നോക്കി, നിങ്ങളെ വണ്ടിയിൽ തന്നെ ഞാനിത് ഓടിച്ച് നോക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓടിച്ച് നോക്കിയാൽ വണ്ടി ഭയങ്കരമായിട്ട് സ്മൂത്താണ് കേട്ടോ. നാനോ ലൂബ് ഒഴിച്ചാൽ ഭയങ്കരമായിട്ട് സ്മൂത്താണ് വണ്ടി. എഞ്ചിൻ നോയ്സ് ഇല്ല, അതുപോലെ തന്നെ നോയ്സ് കുറവാണ്. പൊല്യൂഷൻ കറക്റ്റായിട്ട് കിട്ടും എന്ന് ഉറപ്പുണ്ട്. എന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ വണ്ടിയിൽ പൊല്യൂഷൻ കിട്ടുന്നില്ല, എന്താ ചെറിയ വിഷയമുണ്ട്. അപ്പോൾ ഇത് നാനോ ലൂബ് ഒഴിച്ചതിന് ശേഷം രണ്ടാമത് പൊല്യൂഷൻ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് പൊല്യൂഷൻ കറക്റ്റ് കിട്ടി. പിന്നെ അതിലുപരി വണ്ടിയുടെ പവർ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ 2000 RPM ആവുന്നതിന് മുന്നേ തന്നെ ഭയങ്കരമായിട്ട് പവറിലാണ് വണ്ടി കയറി പോകുന്നത്.
എഞ്ചിൻ ഇടിപ്പ് കുറഞ്ഞിട്ടുണ്ട്. ഈ 1.4-ൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്പീഡ് കുറയുമ്പോൾ 4ാമത്തെ ഗിയറിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് എഞ്ചിൻ ഇടിപ്പ് ഉണ്ടാവും, എഞ്ചിൻ ഇടിച്ചിടിച്ച് പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും. പക്ഷേ അതൊക്കെ മാറി വണ്ടി ഇപ്പം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, ക്ലച്ച് നല്ല ഫ്രീ ആയിട്ടുണ്ട്. ഇനി നാനോ ലൂബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചേട്ടനെ കുറിച്ച് ചോദിച്ചറിയാം എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് നാനോ ലൂബ് യൂസ് ചെയ്യുന്നു. സാധാരണ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നാനോ ലൂബ് യൂസ് ചെയ്യാതെ വണ്ടി ഓടിക്കുന്നതിനെക്കാട്ടും വളരെ കംഫർട്ടബിളാണ്. ഏറ്റവും എല്ലാം നല്ല സ്മൂത്തായിട്ട് കയറുന്നുണ്ട്. പിന്നെ പവറും പുള്ളിങ് ഒക്കെ അത്യാവശ്യം നല്ല ബെറ്ററായിട്ട് ഫീൽ ആവുന്നുണ്ട്. പിന്നെ കിലോമീറ്റേഴ്സ് കുറച്ച് സർവീസ് നമുക്ക് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, കുറച്ച് കൂടുതൽ ഓടാനായിട്ട് പറ്റും. മൊത്തത്തിൽ നല്ലൊരു അഭിപ്രായമാണ് നാനോ ലൂബ് ഒഴിച്ചതുകൊണ്ട്. പിന്നെ വേറെയും കുറേ ആൾക്കാർ നാനോ ലൂബ് ഒഴിക്കുന്നത് നല്ലതാണെന്ന് അവരുടെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നാനോ ലൂബ് ഒഴിക്കാൻ തുടങ്ങിയത്. ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും ഉണ്ട്. അപ്പോൾ ഞാനിതിൽ ഉപയോഗിച്ച് നോക്കിയാൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ചിലവർ ഉപയോഗിക്കുന്നതിൻ്റെ രീതി മാറ്റം വരുമ്പോഴാണ് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടാവുന്നത്. കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു. കറക്റ്റായിട്ട് നമ്മൾ എൻജിൻ ഫ്ലഷ് ചെയ്തിട്ട് വേണം നാനോ ലൂബ് ഫസ്റ്റ് ടൈമായിട്ട് ഒഴിക്കുന്നവർ യൂസ് ചെയ്യേണ്ടത്. ചിലർ എൻജിൻ ഫ്ലഷ് ചെയ്യാതെ ഒഴിക്കുമ്പോഴാണ് ഈ ഇഷ്യൂസ് വരുന്നത്. കാരണം കിലോമീറ്റേഴ്സ് കൂടുതൽ ഓടിയ വണ്ടികൾ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിലുള്ള സ്ലഡ്ജ് ഇളകി നേരെ ഫിൽറ്ററിൽ വന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻജിൻ ഒന്ന് ഫ്ലഷ് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കുറേ കാലം നമുക്ക് വണ്ടി സ്മൂത്തായിട്ട് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. ഓക്കെ, ബൈ.